ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ അടിപൊളി ഒരു കടലപ്പായസം റെസിപ്പി ആയിട്ട് വന്നിട്ടുണ്ടേ. നല്ല ചുവട് കട്ടിയുള്ളൊരു പാത്രം നമ്മൾ ആദ്യം അടുപ്പത്തേക്ക് വെക്കാം. അതിലേക്ക് ഒരു 2 സ്പൂൺ നെയ്യ് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. പിന്നീട് നമ്മളിതാ അതിലേക്ക് ഇട്ടത് കുഞ്ഞായി അരിഞ്ഞ ഇതേപോലത്തെ തേങ്ങാ പീസാണേ. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കാഷ്യൂനും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഇതേപോലെ ആ നെയ്യിലിട്ട് അങ്ങോട്ട് മൂപ്പിച്ചെടുക്കാം. അതൊന്ന് മൂത്ത് വരുമ്പോൾ നമ്മുടെ മുന്തിരിക്കുട്ടനെയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഒന്നും കൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. അപ്പോൾ സംഭവം സെറ്റായേ. കുറച്ചിതാ ഇതുപോലെ നമുക്ക് മാറ്റി വെക്കാം. ലാസ്റ്റ് കുറച്ച് ഡെക്കറേഷൻ പരിപാടി കേട്ടോ. ഇനി ബാക്കി വന്നതിൽ നമ്മുടെ കടല അങ്ങോട്ട് തട്ടിക്കൊടുത്തിട്ടുണ്ട്. ഇനിതാ നമ്മുടെ ഈ ഐറ്റംസ് എല്ലാം കൂടെ നന്നായിട്ട് ഇതുപോലെ അങ്ങോട്ട് ഇളക്കി യോജിപ്പിച്ചാക്കി സെറ്റാക്കി കൊടുത്തിട്ടുണ്ടേ. നന്നായി ഇരുന്ന് തിളയ്ക്കുന്നുണ്ട് നമ്മുടെ കടല. അതിലേക്ക് കുറച്ച് ചൗവരിയും കൂടെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. ഇനി 4 ഭാഗത്ത് നിന്ന് ഇതുപോലെ നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി കൊടുക്കാം. ഇവരെല്ലാവരും കൂടെ നന്നായി അങ്ങോട്ട് മിക്സ് ആവുമ്പോഴത്തേക്കും നമ്മുടെ ശർക്കര പാനിയാക്കിയത് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ മധുരത്തിനനുസരിച്ച് ശർക്കരപ്പാനി ചേർക്കാട്ടോ. ഇനി നമ്മൾ ഒഴിച്ച ശർക്കരപ്പാനി ഉണ്ടല്ലോ, ഇതിലെല്ലാം നന്നായിട്ട് അങ്ങോട്ട് പിടിക്കട്ടെ. അതിനുവേണ്ടി നമ്മളിതാ കൈയെടുക്കാതെ ഇതുപോലെ അങ്ങോട്ട് ഇളക്കി കൊടുക്കുക. അങ്ങോട്ട് കുറുകി വരട്ടെന്നേ. നമ്മൾ ഏത് പായസം വെച്ചാലും മെയിൻ താരം നമ്മുടെ നെയ്യ് തന്നെ ആയിരിക്കും അല്ലേ. നമ്മളിവിടെ ഇടയ്ക്ക് കുറച്ച് നെയ്യ് കൂടെ അതിലേക്ക് ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇനി എല്ലാവരും കൂടെ ഇതേപോലെ അങ്ങോട്ട് നന്നായി ഇളക്കി കൊടുക്കുക. എല്ലാവരും ഒന്ന് വെന്ത് സെറ്റായി വരട്ടെ. പിന്നെ നമ്മൾ ഇതിലിട്ട പരിപ്പ് കുക്കറിലൊന്ന് വേവിച്ചെടുത്ത പരിപ്പാട്ടോ. പിന്നീട് നമ്മുടെ 2ാം പാലും കൂടെ അങ്ങോട്ട് ഒഴിച്ചു. തേങ്ങാപ്പാലാന്നേ. ഇതുപോലെ നന്നായിട്ട് അങ്ങോട്ട് കൈവച്ച് ഇളക്കി കുറുകി കൊടുക്കുക. ഇനി നമ്മൾ ഒഴിച്ച തേങ്ങാപ്പാല് നന്നായിട്ട് അങ്ങോട്ട് കുറുകി സെറ്റായി വരട്ടെ. നോക്കിക്കേ, തിളയ്ക്കുന്നുണ്ട് നമ്മുടെ പായസക്കുട്ടൻ. തിളച്ചു മറിയുന്ന നമ്മുടെ പായസത്തിലേക്ക് നമ്മൾ ഇപ്പോൾ ഇട്ട് കൊടുത്തത് ഏലക്ക പൊടിച്ചതാണേ. ഇനി ഇവരെല്ലാവരെയും കൂടെ നന്നായി ഒന്നും കൂടെ ഇളക്കി കൊടുക്കുക. അതിലേക്ക് ഞാൻ വീണ്ടും കുറച്ച് നെയ്യും കൂടെ ചേർത്തിട്ടുണ്ടേ. നെയ്യുണ്ടെങ്കിൽ നമ്മുടെ പായസത്തിനൊരു ഗുമ്മുള്ള ആദ്യം നമ്മൾ വറുത്ത് കോരിയ തേങ്ങയും കുറച്ച് കാഷ്യൂ ഒക്കെ ഉണ്ടല്ലോ, അത് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. വീണ്ടും ഒന്നും കൂടെ ഒന്ന് ഇളക്കാം. ഏകദേശം നമ്മുടെ പായസം സെറ്റായി വന്നിട്ടുണ്ടേ. ഒന്നും കൂടെ ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും നമ്മുടെ 1ാം പാല് തേങ്ങാപ്പാലാട്ടോ ഇതിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. ഇനി ഒന്നും കൂടെ ഇതുപോലെ അങ്ങോട്ട് ഇളക്കി കൊടുക്കുക. നമ്മൾ തേങ്ങാപ്പാലും കൂടെ ഒഴിച്ചു കൊടുത്തപ്പോഴത്തേക്കും നമ്മുടെ പായസം നല്ല കുറുകുറാ വന്നിട്ടുണ്ടേ. നോക്കിയേ, നമ്മുടെ പായസക്കുട്ടൻ ഇവിടെ റെഡി ആയി കഴിഞ്ഞേ. ഇനി നമ്മൾ തയ്യാറാക്കി നമ്മുടെ കടല പായസം സെർവ് ചെയ്യാനുള്ള ടൈമാണേ. നമ്മുടെ ഗ്ലാസ്സിലൊക്കെ ഒഴിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റ് ആണെന്നേ. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാനും പറ്റുന്ന ഒരു അടിപൊളി പായസം കേട്ടോ ഇത്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ കൂട്ടുകാരെ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റിൽ അറിയിക്കാനും മറക്കരുതേ. അപ്പം അടിപൊളി ഒരു വീഡിയോയുമായി നാളെ കാണാം. ബൈ ബൈ.